ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ബിജൂസ് മീഡിയയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു എയർ ഫ്രയറിൻ്റെ അൺബോക്സിംഗ് ആണ്. നമ്മളിത് എടുത്തിരിക്കുന്നത് പിജിൻ്റെ ഹെൽത്തി ഫ്രൈ പ്ലസ് എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ. പിജൻ ബ്രാൻഡാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണും, എല്ലാവരും അഭിപ്രായം പറയും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണും. അൺബോക്സ് ആയതുകൊണ്ട് തന്നെ നമ്മളത് കൊറിയർ വന്നപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊറിയറിലാണ് വന്നത്. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്തിട്ടാണ് വാങ്ങിയത്. അതിൻ്റെ മെയിൻ പാർട്ട് കേട്ടോ. ഇതാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത്, അതായത് എയർ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യണത് ഈ പാർട്ടാണ്. വളരെ നല്ല ക്വാളിറ്റിയുള്ള ബോഡി, അതുപോലെ തന്നെ ഈ പാർട്ടും ഒക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ എയർ ഫ്രയർ കേട്ടോ. ഇതിൻ്റെ ബോഡിയൊക്കെ നല്ല മെറ്റീരിയലാണ്, അതുപോലെ തന്നെ കാണാനും നല്ല ക്യൂട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എയർ ഫ്രയർ. സെറ്റ് മെനൂസൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇതിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം, പിസ്സ ഉണ്ടാക്കാം, പനീർ ടിക്ക ഉണ്ടാക്കാം, കട്ട്ലറ്റ്സ് ഉണ്ടാക്കാം, സമോസ ഉണ്ടാക്കാം, കേക്ക്സ്, വെജിറ്റബിൾസ് റോസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ചിപ്സ് ഉണ്ടാക്കാം. അതായത് നമുക്ക് എണ്ണ ഉപയോഗിച്ചുണ്ടാക്കുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് എണ്ണ ഇല്ലാതെ തന്നെ എയർ ഫ്രയർ യൂസ് ചെയ്ത് ഉണ്ടാക്കാം കേട്ടോ. ഇതിൻ്റെ ബട്ടൺസ് ആൻഡ് ഫങ്ഷൻസ് ഒക്കെ വരുന്നത് ഇതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ. എയർ ഫ്രയർ പരീക്ഷിക്കാൻ പോകണം കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് എയർ ഫ്രയറിൽ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് മസാല എല്ലാം പുരട്ടി റെഡിയാക്കാൻ പോവാണ്. നമുക്ക് ഏത് ടൈപ്പ് വലിയ ഫിഷൊക്കെ ഒന്നിച്ച് വെച്ചിട്ടൊക്കെ ഫ്രൈ ചെയ്യാം. പക്ഷെ നമുക്ക് ഇന്നിപ്പോൾ കിട്ടിയിരുന്നത് കുഴവാണ്. അപ്പോൾ നമ്മൾ അത് തന്നെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. മസാലയൊക്കെ പുരട്ടി കഴിഞ്ഞിട്ട് കേട്ടോ. നമുക്ക് മസാലയൊക്കെ പുരട്ടി കഴിഞ്ഞു. ഇനി നമുക്കിത് അരമണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള പരിപാടി തുടങ്ങാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് മുന്നേയായിട്ട് ഈ എയർ ഫ്രയർ ഒന്ന് പ്രീസെറ്റ് ചെയ്യണം. അതായത് 3 മിനിറ്റ്സിലാണ് നമ്മൾ പ്രീസെറ്റ് ചെയ്യാൻ പോകുന്നത്. അതൊന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്യാം. 3 മിനിറ്റ് പ്രീസെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് 3 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ എയർ ഫ്രയർ ഓഫ് ആവും കേട്ടോ. അതിനുശേഷം പിന്നീട് നമുക്ക് വീണ്ടും നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മിനിറ്റ് ആണ്. അപ്പോൾ നമ്മൾ 20 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് 185 ഡിഗ്രി സെൽഷ്യസിലാണ് അത്, അതിൻ്റെ ടെമ്പറേച്ചറിലാണ് നമ്മളത് എയർ ഫ്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്ലേറ്റിലേക്ക് നമ്മൾ ഈ മസാല പുരട്ടി വെച്ച ഫിഷ് വയ്ക്കും. എന്നിട്ട് നമ്മൾ അത് 10 മിനിറ്റിന് ശേഷം എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വെച്ചിട്ട്. നമുക്കിതൊന്ന് നോക്കാം, തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം 10 മിനിറ്റിൽ തന്നെ നമുക്ക് ഈ സൈഡ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് തിരിച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി സെറ്റ് ചെയ്ത് വയ്ക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തം ടോട്ടൽ 20 മിനിറ്റ് നമ്മൾ വെച്ചു. ആദ്യത്തെ 10 മിനിറ്റ്, പിന്നീട് ഒരു 10 മിനിറ്റ്. ഇപ്പോൾ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ തന്നെ 20 മിനിറ്റിൽ നമ്മുടെ ഫിഷ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഒരു ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറയാം. കാരണം നമ്മൾ എണ്ണ യൂസ് ചെയ്യണ്ടല്ലോ, അതുകൊണ്ട് ഇത്തിരി ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് വരുന്നത്.
അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു രീതിയാണ്. കാരണം എണ്ണ ഇല്ലാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനി വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.